ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു തിളക്കം നിലനിർത്താനും അതുപോലെ തന്നെ മുടിയുടെ തിളക്കമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് തിരികെ കൊണ്ടുവരാനും പറ്റിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഒരു DIY ആണ്. അപ്പോൾ നമുക്കിത് ഗേൾസിനും ബോയ്സിനൊക്കെ ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് ഇനി വരുന്നതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ലേറ്റ് ആക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് മൈലാഞ്ചി ഇലയാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള മൈലാഞ്ചി ഇല. കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ഹെന്ന പൗഡർ എടുത്താലും മതി. നമ്മുടെ മുടിയുടെ ലെങ്ത്തിനും തിക്നെസ്സിനും ഒക്കെ അനുസരിച്ചിട്ട് ഹെന്ന പൗഡർ അല്ലെങ്കിൽ മൈലാഞ്ചി ഇല എടുക്കുക. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെമ്പരത്തി ഇലയും അതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയാണ്. 5 ഇതളുള്ള ചുവന്ന ചെമ്പരത്തിയുടെ ഇലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേപ്പില അതെ എൻ്റെ വീട്ടിലുണ്ടായ ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. അതും നല്ല പുളിയുള്ള തൈര്. നമ്മുടെ മുടിയുടെ ആ ഒരു ലെങ്ത്തിനും തിക്നെസ്സിനും അനുസരിച്ചിട്ട് എടുക്കുക. നമ്മൾ അടുത്തായിട്ട് എടുക്കുന്നത് ഉലുവയാണ്, ഒരു 2 ടേബിൾ സ്പൂൺ ഉലുവ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. ഇപ്പോൾ പച്ച നെല്ലിക്ക കിട്ടാനില്ല, ലോക്ക്ഡൗൺ ഒന്നും കാരണം, അതുകൊണ്ടാണ് ഞാൻ നെല്ലിക്കാപ്പൊടി എടുത്തത്. നെല്ലിക്ക ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അതിൻ്റെ തണ്ടിൽ നിന്നൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്ന വരെ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഇത് തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കാം. നമ്മൾ കുളിക്കണതിനൊരു 20 മിനിറ്റ് മുന്നേ തലയിൽ അപ്ലൈ ചെയ്ത് പിടിപ്പിക്കുക. അത് ബോയ്സിനും ഗേൾസിനും ഒക്കെ ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു DIY ആണ്. അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കഴുകിക്കളയുക. നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ മുടി നല്ല ഷൈനിങ് ഹെയർ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ ഷൈനിങ് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടാണോ എല്ലാം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ടെക്നിക്ക് നമ്മുടെ തലയിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും. ഇത് നമുക്ക് ഹെർബൽ ഷാമ്പു ആയിട്ട് കൂടി യൂസ് ചെയ്യാം. ഇത് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ വേറൊരു ഷാമ്പൂൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ ഷാമ്പു ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. കീപ് വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ബൈ.